സ്വയം ഭരണം ആവശ്യപ്പെട്ട് ലഡാക്കിൽ ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭം ഒരു ദിശാസൂചികയാണ്. നേപ്പാളിൽ ഉണ്ടായതുപോലെ ചെറുപ്പക്കാരാണ് സമരം നയിച്ചത്. ചൈനയ്ക്കും പാകിസ്ഥാനും ഒരുപോലെ കണ്ണുള്ള പ്രദേശമാണ് ലഡാക്ക്. എന്നിരുന്നാലും ഇപ്പോഴത്തെ പ്രക്ഷോഭത്തിൽ വിദേശ ഇടപെടലിന് ഇതുവരെ തെളിവില്ല. ആഭ്യന്തരമായി ഉയർന്നു വന്ന പ്രക്ഷോഭമാണ് എന്നാണ് സുരക്ഷാ വിഭാഗങ്ങളുടെയും വിലയിരുത്തൽ. BJP ഓഫീസാണ് സമരക്കാർ കത്തിച്ചത്. പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെതിരെയാണ്. ഇങ്ങനെ ഒരു പ്രക്ഷോഭത്തിന്റെ കാരണം തേടിപ്പോയാൽ ചെന്നു നിൽക്കുന്നത് 2019 370 എടുത്തു കളഞ്ഞപ്പോൾ ലഡാക്ക് ജനത പ്രതീക്ഷിച്ചതാണ് സ്വയം ഭരണം. അന്ന് അങ്ങനെ ഉണ്ടാകുമെന്ന് വ്യാപകമായി പ്രചാരണവും ഉണ്ടായി. ജമ്മുവിനെയും കശ്മീരിനെയും നിയമസഭകൾ ഉള്ള കേന്ദ്രഭരണ പ്രദേശമായും ലഡാക്കിനെ അതില്ലാത്ത കേന്ദ്രഭരണ പ്രദേശവുമായാണ് തിരിച്ചത്. ലഡാക്ക് ജനത അന്നേ ആവശ്യപ്പെടുന്നതാണ് സ്വതന്ത്ര കൗൺസിലുകളും സ്വതന്ത്ര ഭരണവും. അസമിലും മേഘാലയയിലും മിസോറാമിലും ത്രിപുരയിലുമുള്ള ആ സംവിധാനമാണ് ലഡാക്ക് ജനത ആഗ്രഹിച്ചത്. സ്പോട്ട് ലൈറ്റ് പരിശോധിക്കുന്നു. ലഡാക്ക് കലാപത്തിന് പിന്നിലെന്ത്? സോനം വാങ്ചുക് ആണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നോട്ടത്തിൽ രാജ്യത്തിന്റെ കണ്ണിലെ കരട്. മാഗ്സസെ പുരസ്കാരം നേടിയ സോനം ഒരിക്കലും ഒരു BJP വിരുദ്ധൻ ആയിരുന്നില്ല. മാത്രമല്ല 370 എടുത്തു കളഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാരിനെ വാനോളം പുകഴ്ത്തിയ ആളുമാണ്. അതിനു മുമ്പും ശേഷവും നരേന്ദ്രമോദി സർക്കാരിനെ മിക്ക വിഷയങ്ങളിലും പൂർണ്ണമായും പിന്തുണച്ചിട്ടുമുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ കലാപം തുടങ്ങാനുള്ള കാരണം എന്താണ്? 2019 370 റദ്ദാക്കുമ്പോൾ ലഡാക്ക് ജനത സന്തോഷിക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു. ജമ്മുവിലെയും കശ്മീരിലെയും ഭരണത്തിൽ നിന്ന് മോചിതരായി. ലഡാക്കിലെ 90% ജനതയും ഗോത്രവർഗക്കാരാണ്. അവർ ജമ്മു കശ്മീർ സർക്കാരിന്റെ ഭരണത്തെ എതിർത്തിരുന്നു. ഗോത്ര ജനത എന്ന നിലയിൽ അവർ ആഗ്രഹിച്ചത് സ്വയം ഭരണമാണ്. അതൊരു പുതിയ കാര്യവും ആയിരുന്നില്ല. 6th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണം എന്നായിരുന്നു ആവശ്യം. സ്വയം ഭരണ ജില്ലാ കൗൺസിലുകൾ നിയന്ത്രിക്കുന്ന പ്രദേശമായിരുന്നു അവരുടെ ആഗ്രഹം. മണ്ണിലും വനത്തിലും വെള്ളത്തിലും കൃഷിയിലും ആരോഗ്യത്തിലുമെല്ലാം പൂർണ്ണ അധികാരമുള്ള സ്വയം ഭരണ കൗൺസിലുകളാണ് അവർ മോഹിച്ചത്. അസമിലും മേഘാലയയിലും മിസോറാമിലും ത്രിപുരയിലും ഇവയുണ്ട്. ത്രിപുരയിൽ 1ഉം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ 3 വീതവും. അതുപോലെ സ്വയംഭരണ ജില്ലാ കൗൺസിലുകൾ ആവശ്യപ്പെട്ടതിന് കാരണവും ഉണ്ടായിരുന്നു. അതേ കാരണം തന്നെയാണ് ലഡാക്കിനെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്. ലഡാക്കിൽ ഇപ്പോഴും ധാതു സമ്പത്തിനെ കുറിച്ചുള്ള പഠനം പൂർത്തിയായിട്ടില്ല. എന്നിരുന്നാലും ലോകത്തെ തന്നെ ഏറ്റവും വലിയ ധാതു സമ്പത്ത് മേഖലയിലാണ് എന്നാണ് നിഗമനം. ഈ ധാതു സമ്പത്ത് കണ്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ലഡാക്കിനെ കേന്ദ്രഭരണ പ്രദേശമായി നിലനിർത്തിയത് എന്നാണ് ആരോപണം. എന്നാൽ ലഡാക്കിന് മറ്റൊരു രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട്. ലഡാക്കിന്റെ ഒരു വലിയ ഭാഗം ചൈനയുടെ കൈവശമാണ്. ഇന്ത്യയിലുള്ള ഈ ലഡാക്കും അവരുടേതാണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. ഒരവസരം കിട്ടിയാൽ ടിബറ്റിന്റെ ഭാഗമാക്കി ഈ ലഡാക്കിനെയും സ്വന്തമാക്കാനാണ് ചൈന ആഗ്രഹിക്കുന്നത്. ഇതിനോട് ലഡാക്കിലുള്ളവർക്ക് യോജിപ്പില്ല എന്നതാണ് മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ലഡാക്കിനെ വ്യത്യസ്തമാക്കുന്നത്. സാംസ്കാരികമായി ടിബറ്റിൽ നിന്ന് ഏറെ വ്യത്യസ്തത പുലർത്തുന്ന സമൂഹമാണ് ലഡാക്കിലേത്. അവർ ഒരു കാലത്തും ടിബറ്റിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പറയുമ്പോൾ തന്നെ അവർ സ്വയം ഭരണം ആഗ്രഹിക്കുന്നതിന് വേറെ കാരണങ്ങളുണ്ട്. അതും കാണാതിരിക്കാനാവില്ല. ജമ്മു കശ്മീരിന്റെ കീഴിലായിരുന്ന കാലത്തെല്ലാം മുസ്ലിം സംഘടനകളുമായി ഏറ്റുമുട്ടലിന്റെ പാതയിലായിരുന്നു ലഡാക്ക് ജനത. മുസ്ലിം ഭരണം അംഗീകരിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് പല ഏറ്റുമുട്ടലുകളും നടത്തിയിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ കഥ മാറി. ലഡാക്കിലെ ഗോത്ര ജനതയും മുസ്ലിം ജനവിഭാഗങ്ങളും ഒറ്റക്കെട്ടാണ്. അവർ ഒന്നിച്ചു നിന്നാണ് സ്വയം ഭരണം ആവശ്യപ്പെടുന്നത്. ലഡാക്ക് ഏതാണ്ട് 2 നൂറ്റാണ്ടായിട്ട് സ്വതന്ത്ര രാജ്യമായിരുന്നില്ല. 1834 വരെ മാത്രമേ അങ്ങനെയൊരു സ്ഥിതി ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാം. 1834 പഞ്ചാബ് സാമ്രാജ്യത്തിന്റെ ഭാഗമായി. പിന്നീട് ബ്രിട്ടീഷ് മേധാവിത്വം വന്നപ്പോൾ ദോഗ്ര രാജവംശത്തിന്റെ ഭാഗമായി. ദോഗ്രയുടെ ഭാഗമായിരിക്കുമ്പോൾ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ സംരക്ഷണയിൽ ആയിരുന്നു ലഡാക്ക്. സ്വാതന്ത്ര്യത്തോടെ സ്വാഭാവികമായി തന്നെ സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗവുമായി. ചരിത്രപരമായി തന്നെ ഇങ്ങനെയൊരു ഭരണ സംവിധാനമാണ് ലഡാക്കിൽ ഉണ്ടായിരുന്നത്. ആ ലഡാക്കാണ് ഇപ്പോൾ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നത്. ധാതു സമ്പത്ത് മാത്രമല്ല ഇങ്ങനെയൊരു നീക്കത്തെ പ്രലോഭിപ്പിക്കുന്നത്. ഗോത്ര ജനതയെ ഒന്നിച്ചു നിർത്തുന്ന ഒരു സാംസ്കാരിക തനിമയുണ്ട്. അത് ഏത് ഗോത്രങ്ങളിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ആ സാംസ്കാരിക നൂലിൽ ബന്ധിപ്പിക്കപ്പെട്ട ജനതയ്ക്ക് പുറമേ നിന്നുള്ള നിയന്ത്രണം സഹിക്കാൻ കഴിയില്ല. ഡൽഹിയിലിരുന്ന് ലഡാക്കിനെ ഭരിക്കണ്ട എന്ന് അവർ പറയുന്നത് അതുകൊണ്ടാണ്. ലഡാക്കിൽ നടക്കുന്ന സമരത്തെ ജൻസി കലാപം എന്ന് വിശേഷിപ്പിക്കാമോ എന്നാണ് അടുത്ത ചോദ്യം.
ലഡാക്കിൽ നടക്കുന്നത് ജൻസി കലാപമാണെങ്കിൽ വർഷങ്ങളായി ജമ്മു കശ്മീരിൽ നടക്കുന്ന കലാപങ്ങളോ? അതിലും ചെറുപ്പക്കാർ തന്നെയാണ് മുൻനിരയിൽ. ലഡാക്കിലേത് ഇപ്പോഴത്തെ ചെറുപ്പക്കാരാണ് എന്നതിനാൽ ജൻസി എന്ന് വിശേഷിപ്പിക്കാം എന്നേയുള്ളൂ. എന്നാൽ നേപ്പാളിൽ ഉണ്ടായതൊക്കെ തന്നെയാണ് ലഡാക്കിലും ആവർത്തിച്ചത്. കലാപത്തിൽ മരണങ്ങളുണ്ടായി, നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഒരു വിമോചന സമരം എന്ന നിലയിൽ തന്നെയാണ് അവർ ഈ കലാപത്തെ കാണുന്നത്. ചൈനയ്ക്ക് മാത്രമല്ല, പാകിസ്ഥാനും ലഡാക്കിൽ കണ്ണുണ്ട്. 1999 കാർഗിൽ യുദ്ധത്തിന്റെ മുഖ്യ ലക്ഷ്യം തന്നെ ലഡാക്ക് സ്വന്തമാക്കുക എന്നതായിരുന്നു. ലഡാക്കിലേക്കുള്ള ഏക വഴി കാർഗിലിലൂടെയായിരുന്നു. ഈ വഴി തടസ്സപ്പെടുത്തി ലഡാക്ക് അടർത്തിയെടുക്കാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചത്. ഹിമാചലിലെ മണാലിയിലൂടെയുള്ള റോഡിന്റെ തടസ്സങ്ങൾ നീക്കിയാണ് ഇന്ത്യ ഇതിന് പരിഹാരം കണ്ടെത്തിയത്. കാർഗിലിന് ശേഷമുള്ള 1/4 നൂറ്റാണ്ടുകൊണ്ട് ലഡാക്കിനെ മറ്റു പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന നിരവധി നിർമ്മാണങ്ങൾ നടന്നു. നിരവധി പാലങ്ങളും റോഡുകളും എയർപാഡുകളും എല്ലാം നിർമ്മിച്ചത് കഴിഞ്ഞ 20 വർഷത്തിനിടെയാണ്. അവിടെയാണ് സോനം വാങ്ചുക്കിന്റെ പ്രക്ഷോഭം കല്ലുകടിയായത്. സോനത്തെ മാഗ്സസെ പുരസ്കാരത്തിന് അർഹമാക്കിയ സംഘടനയ്ക്കെതിരെ വരെയാണ് ഇപ്പോൾ കേന്ദ്രം നടപടി സ്വീകരിക്കുന്നത്. ലഡാക്കിൽ വലിയൊരു മാറ്റമുണ്ടാക്കിയ നേതാവായാണ് സോനം ഇതുവരെ അറിയപ്പെട്ടിരുന്നത്. ലഡാക്ക് ഗോത്രവർഗത്തിലെ മണ്ടേല എന്നിവരെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നിരാഹാരത്തിന്റെയും സത്യാഗ്രഹത്തിന്റെയും വഴി മാത്രമേ സോനം ഇതുവരെ സ്വീകരിച്ചിരുന്നുള്ളൂ. 0-ലും താഴെയുള്ള തണുപ്പിൽ 21 ദിവസം നിരാഹാരം കിടന്ന ചരിത്രം വരെയുണ്ട്. ഇപ്പോൾ പക്ഷേ പൊടുന്നനെ ദേശവിരുദ്ധ വികാരങ്ങളുടെ നായകനായി സോനം മാറുകയാണ്. കാര്യവും കാരണവും എന്താണെങ്കിലും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് ലഡാക്ക് പ്രശ്നം. ഒന്ന് പിഴച്ചാൽ ജമ്മു കശ്മീർ പോലെ സംഘർഷഭരിതമായ ഇടമായി മാറാം. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.